ആരോ എൻ്റെ ഐഫോൺ ഹാക്ക് ചെയ്യാൻ നോക്കുന്നു. ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അക്കൗണ്ട് കാണിക്കുന്നില്ല. ബാങ്കിൻ്റെ OTP വന്നായിരുന്നു എന്ന് പറഞ്ഞു. ആരോ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ കയറാനായിട്ട് ശ്രമിക്കുന്നു. ഞങ്ങൾ പാസ്വേഡ് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ റിക്കവറി മെയിലും എല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു പാസ് കീ ആണ് അവർ ഉപയോഗിച്ചേക്കുന്നത്. അതൊരു USB ആണ്. USB ഉപയോഗിച്ചാണ് അവരത് ലോക്ക് ചെയ്തേക്കുന്നത്. യൂട്യൂബ് ചാനൽ പോയിട്ടുണ്ടെങ്കിൽ അത് റിക്കവറി ചെയ്യാനായിട്ടുള്ളൊരു ഫോം. ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ എന്താ പറയുക, യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ്, അത് എങ്ങനെ ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് എന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഞാൻ കടന്നുപോയ ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ എനിക്ക് നഷ്ടമായി, യൂട്യൂബ് ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ആക്ച്വലി ഒരു വീഡിയോ ഞാനിത് എടുത്തായിരുന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് അത് ഇട്ടില്ല. അത് കുറച്ച് എഡിറ്റൊക്കെ ചെയ്തപ്പോൾ എനിക്കെന്തോ അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ ഞാനത് ഫുള്ള് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഡിലേ ആയി വന്നതാണ്. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ യൂട്യൂബ് ചാനൽ ഹാക്കായതിനെ പറ്റിയും എങ്ങനെ ഹാക്കായി, അത് കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം ഏതെങ്കിലും രീതിയിൽ യൂട്യൂബ് ഹാക്കായിട്ടുണ്ടെങ്കിൽ, ഞാനന്ന് ഹാക്കായ സമയത്ത് ഞാൻ ഒത്തിരി സെർച്ച് ചെയ്തതാണ്. അപ്പം നമ്മുടെ മലയാളത്തിൽ ആരും അങ്ങനെ കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കണ്ടില്ല. ആരും കൃത്യമായിട്ട് പറയുന്നത് ഞാൻ കണ്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഇങ്ങനെയൊരു ഹാക്ക് ആകാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, ഞാൻ എന്ത് മിസ്റ്റേക്ക് ചെയ്തിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഹാക്കായത്, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഹാക്കായ ഒരു സംഭവം പറയുമ്പോൾ, ഞാൻ ഇനിയിപ്പോൾ 2-3 മാസത്തോടെ കഴിഞ്ഞാൽ ഏകദേശം 1 വർഷമായി ഈ യൂട്യൂബ് ചാനൽ ഹാക്കായിട്ട്. അപ്പോൾ ഏകദേശം ഞാൻ മറന്നൊക്കെ പോയി. പക്ഷേ ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഡേറ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇനി ഡേറ്റും കാര്യങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഒരു ജൂൺ മാസത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ജൂൺ മാസം എനിക്കൊരു 60,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത്, 60,000 59 കഴിഞ്ഞ് 60,000-ത്തിലോട്ട് കയറിയ ആ ഒരു സമയത്താണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഹാക്കാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയുന്നതിന് മുന്നേ എന്താണ് സംഭവിച്ചതെന്ന് പറയാം. അപ്പോൾ ഞാനും ഇച്ചായും കൂടെ ഫുഡൊക്കെ കഴിച്ച് രാത്രിയിലൊരു 10 മണിയൊക്കെ ആയപ്പോൾ, ഒരു ജൂൺ പകുതിയായ ഫസ്റ്റ് ഇയറിൽ ജൂൺ പകുതി ആയപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു രാത്രിയിൽ ഒരു 10 മണി ഒരു സമയത്താണ്. അപ്പോൾ ഈവനിങ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്തു. കാരണം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് എൻ്റെ മെമ്മറി കുറവായിട്ട് വാട്സപ്പ് ഓപ്പൺ ആവുന്നില്ലായിരുന്നു. അപ്പോൾ മെമ്മറി ഫുള്ള് കാണിച്ചിട്ട് ഗാലറിയിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഈ മെമ്മറി കൂടിയിരിക്കുന്നത് കാരണം അത് ഡിലീറ്റ് ആക്കിയാലും ഡിലീറ്റ് ആവുന്നില്ലായിരുന്നു. അപ്പം ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്തു എൻ്റെ ഫോണ് റീസ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഐഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു, ഓണാക്കി ഒരു 2 മിനിറ്റ് അത്രയും സമയം എടുത്തുള്ളൂ. അതിന് തൊട്ട് മുന്നേ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയതാണ്. ഞാനിങ്ങനെ ആ സമയത്ത് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു എത്രയായി എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും യൂട്യൂബ് സ്റ്റുഡിയോയിൽ അക്കൗണ്ട് കാണിക്കുന്നില്ല. അതിനകത്ത് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന്, ഞാനത് ജസ്റ്റ് അതാ കാണിച്ചെങ്കിലും എനിക്ക് പെട്ടെന്ന് മനസ്സിലായി എന്തോ സംഭവിച്ചു എന്നുള്ളത്. ഞാൻ പെട്ടെന്ന് എൻ്റെ യൂട്യൂബിൽ കയറിയിട്ട് എൻ്റെ ചാനൽ ഓപ്പൺ ആക്കാൻ നോക്കി. അപ്പോഴും സൈൻ ഇൻ ആണ് കാണിക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് അങ്ങനൊരു അക്കൗണ്ട് അവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. എൻ്റെ 2 അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അത് രണ്ടും അതിലേത് ഓപ്പൺ ചെയ്യണം എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഇച്ചയോട് പറഞ്ഞു, ഇച്ച എന്തോ സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇച്ച ഇങ്ങനെ നോക്കിയപ്പോൾ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എൻ്റെ ജിമെയിലിനകത്ത് കുറേ മെയിലുകൾ വന്നിട്ടുണ്ട്. ഇച്ചയുടെ ഫോണിലും വരുന്നതാണ് എൻ്റെ മെയിൽ. ഇച്ചയുടെ ഫോണിലും ഓപ്പൺ ആണ്. പക്ഷേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നതുകൊണ്ട് അത്
ഇച്ചയുടെ ഫോൺ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടേക്കും, അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടോ അപ്പം ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചില്ല, മെയിലൊന്നും ശ്രദ്ധിച്ചില്ല. ഈ മെയിലെല്ലാം കൂടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, ആരോ യൂട്യൂബ് ഹാക്ക് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇച്ച പോയി ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വന്നു. ലാപ്ടോപ്പിൽ ഈ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഈ ലാപ്ടോപ്പിൽ ഞങ്ങൾ ഈ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. യൂട്യൂബും യൂട്യൂബ് സ്റ്റുഡിയോയും ഓപ്പൺ ആക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പക്ഷേ അതിനകത്ത് ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ആണ്. അത് ഞങ്ങൾ പിന്നെ കേട്ടോ കണ്ടത് അത് ഓപ്പൺ ആകുന്നുള്ള കാര്യം. ആദ്യം ഞങ്ങൾ ഇത് ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾ പാസ്വേഡ് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ നേരത്തെ കൊടുത്തിരുന്നത് റിക്കവറി മെയിൽ എൻ്റെ മെയിലായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് അവർ ഓൾറെഡി റിക്കവറി മെയിലും എല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ട്രൈ അനദർ വേ കൊടുത്തപ്പോൾ അതിനകത്തൊരു പാസ് കീ ആണ് അവർ ഉപയോഗിച്ചേക്കുന്നത്. അതൊരു USB ആണ്. USB ഉപയോഗിച്ചാണ് അവരത് ലോക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി അത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു USB അവർ ആ ഒരു സിസ്റ്റത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ ഇൻസേർട്ട് ചെയ്തെങ്കിലേ നമുക്ക് ആ ഒരു അക്കൗണ്ടിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ആ ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ എത്രയും സ്ട്രെസ്ഫുള്ളായിട്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഇങ്ങനെ ഇത്രയും സ്ട്രെസ്ഫുള്ളായിട്ട് ഇരുന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല സത്യം പറഞ്ഞാൽ. ഇത്രയും ഒരു ടെൻഷൻ അടിച്ച് ഉണ്ടാവണം, പക്ഷേ ഈ ഇടയ്ക്കൊന്നും ഇല്ല. എനിവേ, അപ്പോൾ അത്രയും സ്ട്രെസ്ഫുള്ളായിരുന്നു. ഞങ്ങൾ ഈ 10 മണിക്ക് ഒരു 10:15 തുടങ്ങിയ സംഭവം ഞങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ല. രാത്രിയിൽ ഞങ്ങളൊരു 3-4 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ രാത്രിയിൽ ഉറങ്ങുന്നത്. അപ്പോൾ ഈ പാസ് കീ എന്നൊരു അത് കാണിക്കുന്നത് എന്താ പറയുക, നമ്മുടെ വീട്ടിലൊരു കള്ളം കയറിയ അവസ്ഥയില്ലേ, അതായിരുന്നു. ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു പ്രഷറും സ്ട്രെസ്സും ഒക്കെ ആയിട്ട് എനിക്കത് ഓർക്കുമ്പം തന്നെ എനിക്കൊരു നെഞ്ചിടിപ്പാണ് ആ ഒരു സമയം. ഇച്ച അധികം പാനിക്കാവാതെ ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ എന്താണ്, ഓക്കെ ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, ഓക്കെ അടുത്തത് ഇനി ഒരു ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ നോക്കിയപ്പോൾ അതവിടെ ഓപ്പൺ ആയി കിടപ്പുണ്ട്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇത് ഹാക്ക് ചെയ്തത് ആളുടെ പേരല്ല ഇമെയിൽ ഐ ഡിയും പിന്നെ എൻ്റെ നമ്പർ മാറ്റി അവരുടെ നമ്പർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഗൂഗിൾ അക്കൗണ്ടിലെ ഫോട്ടോസ്, ഗൂഗിൾ ഡ്രൈവിലെ സംഭവങ്ങളെല്ലാം ഇച്ച ഡിലീറ്റ് ചെയ്തു. നമുക്ക് ആക്സസ് ആയിട്ട് ആ ഒരു സംഭവം മാത്രമല്ലേ ഉള്ളൂ. അപ്പം അത് പറ്റുന്നത്ര ഡിലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഇച്ച റിയലൈസ് ചെയ്തത് എൻ്റെ ഫോണല്ല ഹാക്ക് ചെയ്തേക്കുന്നത്, ആ ലാപ്ടോപ്പാണെന്നുള്ള കാര്യം. ഈ യൂട്യൂബ് ചാനൽ ലാപ്ടോപ്പിലൂടെയാണ് ഹാക്കായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇച്ച ആ ലാപ്ടോപ്പിനകത്തുനിന്ന് ഇനി അഥവാ ലാപ്ടോപ്പിൽ നിന്ന് ഞങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ആ അക്കൗണ്ടിലൂടെ ബാക്കി എന്തെങ്കിലുമൊക്കെ ആക്സസ് ചെയ്തോ എന്നറിയാതെ അതിനകത്ത് പറ്റുന്നത്ര പാസ്വേഡ്സൊക്കെ മാറ്റിയിട്ട് ലാപ്ടോപ്പ് ഞങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട്, അതിനകത്തുള്ള ഗൂഗിൾ അക്കൗണ്ട് അതിൽ എല്ലാ അക്കൗണ്ട്സും ഓപ്പൺ ആണ്. അപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്തിട്ട് ലാപ്ടോപ്പും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ എല്ലാത്തിൻ്റെയും പാസ്വേഡ് നമ്മളതിനകത്തൊരു ഓപ്ഷൻ വരത്തില്ലേ സേവ് ചെയ്യണമെന്നുള്ളത്. അപ്പം എല്ലാ പാസ്വേഡ്സും അതിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ അക്കൗണ്ടിനകത്ത് ഗൂഗിൾ അക്കൗണ്ടിൽ കയറിയിട്ട് ആദ്യം തന്നെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, ബാങ്കിൻ്റെ എല്ലാം മാറ്റി, പാസ്വേഡ്സ് മാറ്റി, അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അങ്ങനെ അക്കൗണ്ട്സിൻ്റെ എല്ലാം പാസ്വേഡ് മാറ്റി അന്ന് രാത്രി ഫുള്ള് പാസ്വേഡ്സ് മാറ്റലായിരുന്നു. എന്തൊക്കെ നമുക്ക് ഓർത്തിരിക്കുന്നത്, പിന്നെ ഗൂഗിൾ അക്കൗണ്ടിൽ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ പാസ്വേഡ്സും എല്ലാത്തിൻ്റെയും അതിൽ സേവ്ഡ് ആണല്ലോ. അപ്പോൾ പിന്നെ ഒത്തിരി സ്ട്രെസ് എടുത്തു അന്ന് രാത്രി. അപ്പോൾ പറ്റുന്നതൊക്കെ അന്ന് രാത്രി ചെയ്തു. ആ അക്കൗണ്ടിൽ എൻ്റെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്ക് യൂട്യൂബിൽ നിന്ന് 10 പൈസയുടെ വരുമാനം കിട്ടുന്നില്ല. കുറച്ച് 60,000 സബ്സ്ക്രൈബേഴ്സ്, അതൊരു വലിയ നഷ്ടം തന്നെയാണ്. എന്നാലും നമ്മുടെ വേറെ അധികം ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും അതിലില്ലാത്തത് കൊണ്ടും ആ മെയിൽ ID വേറെ എങ്ങും കൊടുക്കാത്തത് കൊണ്ടും ഇറ്റ്സ് ഓക്കെ. എന്നാലും നല്ല വിഷമമുണ്ട്, എന്നാലും ഒരു സമാധാനം ആയിരുന്നു. വേറെ ഒന്നും പോയില്ലല്ലോ. ഇപ്പോൾ എൻ്റെ മെയിൻ മെയിൽ ID ആണ് പോകുന്നതെങ്കിൽ സകല കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ആ മെയിൽ ID ഫുള്ള് മാറ്റേണ്ടി വരത്തില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ മറ്റേ മെയിൽ ID ആയിരുന്നെങ്കിൽ ഉണ്ടായേനെ. പക്ഷേ ഇത് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. നമുക്ക് യൂട്യൂബിൻ്റെ കാര്യം നമുക്ക് പതുക്കെ നോക്കാം എന്നുള്ള രീതിയിൽ പിന്നെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ റിക്കവർ ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ റിസർച്ച് ചെയ്ത് കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് അപ്പോൾ അത് നോക്കി. അപ്പം ട്വിറ്റർ, ഇപ്പോഴത്തെ X,
അതുവഴിയാണ് യൂട്യൂബിനോട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എക്സ് ഉപയോഗിക്കുന്നില്ല, അപ്പോൾ അത് പിന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തു. നേരത്തെ എനിക്കൊരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് അതിൻ്റെ പാസ്വേഡൊക്കെ മാറ്റി കയറാൻ പറ്റി. @യൂട്യൂബ് എന്നാന്ന് തോന്നുന്നു. അതിന് നമ്മൾ എന്താ പറയുക, അതിനെ ടാഗ് ചെയ്യണം. ഞാൻ അതിൻ്റെ കറക്റ്റ് ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ടാഗ് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു മെസ്സേജ് അവർക്ക് അയച്ചു. മെസ്സേജ് അല്ല, നമ്മൾ അവർക്കൊരു പോസ്റ്റ് ഇട്ടു. അവരുടെ അവർ ടാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ ഐ ഡിയിൽ നിന്ന് ഒരു പോസ്റ്റ് ഇട്ടു. ഞങ്ങൾ ഓർത്തു 2-3 ദിവസമൊക്കെ എടുക്കുമായിരിക്കുമെന്ന് അതിന് റിപ്ലൈ വരാനായിട്ട്. പക്ഷേ ആ ഒരു പോസ്റ്റ് ഇട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ അവർ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ തന്നെ വലിയൊരു ആശ്വാസമായി. ഓക്കെ, സമ്മൺ ഈസ് ദെയർ ടു ഹെൽപ്പ് അസ്, അങ്ങനൊരു ഫീലായി. ഇത് എന്താ പറയുക, യൂട്യൂബ് നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളൊരു ഫീല് അപ്പോൾ ഉണ്ടായി. അപ്പോൾ അവരപ്പോൾ തന്നെ അവർക്കത് മനസ്സിലാവുകയും ചെയ്തു അത് ജെന്യൂൻ ആണെന്ന്. അപ്പോൾ തന്നെ അവർ പറഞ്ഞു ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ട് അവർ എന്താ പറയുക ഒരു ലിങ്ക് തന്നു. അതിൽ കയറി അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചു. ഡീറ്റെയിൽഡായിട്ട് യൂട്യൂബ് ചാനലിൻ്റെ പേര്, ID, യൂട്യൂബ് ചാനലിൻ്റെ നമുക്കറിയാവുന്ന ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് വെച്ചു. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതും പറഞ്ഞു. നമുക്ക് കിട്ടിയ അവരുടെ ഫോൺ നമ്പരും അവരുടെ മെയിൽ IDയും. പക്ഷേ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് നമുക്ക് കണ്ടിട്ടും അവർക്ക് അത് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമ്മുടെ കയ്യിലുള്ളതൊക്കെ നമ്മൾ കൊടുത്തു. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് മെസ്സേജ് അവർക്ക് അയച്ചു. എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്, ഇനി എന്താ ചെയ്യേണ്ടേ. അവരൊരു 1-2 മണിക്കൂറിനുള്ളിൽ അവരതിന് റിപ്ലൈ തന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ള. അതിനകത്തൊരു ഫോം ഉണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ പോയിട്ടുണ്ടെങ്കിൽ അത് റിക്കവറി ചെയ്യാനായിട്ടുള്ളൊരു ഫോം, അതിൻ്റെ പേരും ഞാനിവിടെ കൊടുക്കാം. ഈ ഫോമിനെ പറ്റി എല്ലാ യൂട്യൂബേഴ്സും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതെവിടെ നിന്ന് കിട്ടുമെന്നോ ഒന്നും പറയുന്നില്ല. എല്ലാവരും പറയുന്നത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ ചെന്നാൽ അവിടെ ഉണ്ട് എന്നാണ്. പക്ഷേ ഈ ഫോം ഇവർ അയച്ചു തരാതെ നമുക്ക് ഈ ഫോം ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിങ്ങനെ ചുമ്മാ നമുക്ക് കയറിയിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം അല്ല ഇത്. അവർ നമുക്കതിൻ്റെ ലിങ്ക് അയച്ചു തന്നാൽ മാത്രമേ നമുക്ക് ഈ ഫോം കാണാൻ പറ്റുള്ളൂ. ഞാൻ ആ ഫോമിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഫോം ഇത് കാരണം എല്ലാ യൂട്യൂബേഴ്സും പറയുന്നുണ്ട് ഈ ഫോം ഫില്ല് ചെയ്യണമെന്ന്. പക്ഷേ ഈ ഫോം അവിടെ തന്നെ ഉള്ളതായിട്ടാണ് എല്ലാവരും പറയുന്നത്. ഈ ഗൂഗിൾ അക്കൗണ്ടിൽ തന്നെ ഉള്ളതായിട്ടാണ്. പക്ഷേ ഞങ്ങൾ സെർച്ച് ചെയ്തിട്ടൊന്നും ഈ ഫോം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ മനസ്സിലാക്കിയത് ഇതുപോലെ ലിങ്ക് തന്നിട്ടാണ് ആ ഫോമിലോട്ട് കയറാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആരുടെയെങ്കിലും യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്ത് അവർ തരുന്ന ലിങ്കിലൂടെ കയറിയെങ്കിൽ മാത്രമേ ഈ ഫോം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഫോം ഫില്ല് ചെയ്തിട്ട് പിന്നെ ഞങ്ങളത് പറ്റുന്ന ഇത്ര ഡീറ്റെയിൽസ് വെച്ചിട്ട് അത് ഫില്ല് ചെയ്തു. പിന്നെ നമുക്ക് വേറെ ഇതൊന്നുമില്ല, വെയിറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. യൂട്യൂബിനെ ട്രസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ എത്ര ദിവസം എടുക്കുന്നുണ്ടെന്നോ എത്ര മാസം എടുക്കുന്നോ ഒന്നും അറിയത്തില്ല. ബട്ട് വെയിറ്റ്. അപ്പോഴാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ വില എനിക്ക് മനസ്സിലായത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, അയ്യോ എന്തെല്ലാം വീഡിയോ ചെയ്യായിരുന്നു. അപ്പം കയ്യിലുണ്ടായിരുന്ന എന്താ പറയുക, നമ്മുടെ കയ്യിലുള്ള സംഭവത്തെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയം എന്നൊക്കെ പറയത്തില്ലേ, അതായിരുന്നു ആ ഒരു സമയം. നഷ്ടബോധം, വിഷമം, പിന്നെ എന്തൊക്കെയോ ഒരു മിക്സഡ് ഫീലിങ്സ് ആയിരുന്നു. അപ്പോൾ അന്ന് രാത്രിയിൽ മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഒരു 3-3:30 കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരുമാതിരി തിരിച്ചു കയറിയിട്ട് മറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് തിരിച്ചു കയറിയിട്ട് കുറച്ച് മാസം 2-3 മാസം ഏപ്രിൽ മെയ് ജൂണിലായി സംഭവിക്കുന്നത്. ഏപ്രിലാണ് കയറിയത്. അപ്പോൾ എല്ലാം കൂടി ഭയങ്കര, അതും ഡ്യൂട്ടിക്കാണെങ്കിലും സ്ട്രെസ്സ് ഇതൊക്കെ ഓർത്തിട്ട് ആ ഒരു ആഴ്ച 2-3 ആഴ്ച എന്നൊക്കെ പറഞ്ഞാൽ 2-3 സത്യം പറഞ്ഞാൽ 2-3 ആഴ്ച എന്നല്ല, ഇപ്പോഴും ഞങ്ങൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ്, അത് കാരണം ഉണ്ടായ നഷ്ടങ്ങൾ ഇപ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ അടുത്ത ദിവസം ഡ്യൂട്ടിക്ക് പോയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ നേരം എന്താ പറയുക, ലോക്കറിൻ്റെ അവിടെ ചെന്നപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ഓക്കെ എന്നുള്ളൊരു ബട്ടൺ, ആരോ എൻ്റെ ഐഫോൺ ഹാക്ക് ചെയ്യാൻ നോക്കുന്നു, ഇത് ഓക്കെ ആണോ, നീ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു മെസ്സേജ് വന്നേക്കുന്നു. ഞാനത് കണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ അപ്പോഴത്തെ, ഞാനത് പെട്ടെന്ന് അത് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഞാൻ ഇച്ചായെ വിളിച്ചു, എൻ്റെ ഫോണും ആരോ ഹാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്തായാലും അത് ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല, നീ അത് ഓക്കെ അറിയാതെ പോലും ഓക്കെ കൊടുക്കാതിരുന്നാൽ മതി, അത് നല്ല കെയർഫുള്ളായിട്ട് ഇരിക്കുക, അത് മെസ്സേജ് വരുമ്പോൾ അത് നോക്കിയിട്ട് വേണം അതിനെന്താ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് ചെയ്യാനായിട്ട്.
പിന്നെ അപ്പോൾ ഇത് ഒന്നാമത്തെ ദിവസം എൻ്റെ ഫോൺ ഹാക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമം. അത് പിന്നെയും വന്നുകൊണ്ടിരുന്നു കേട്ടോ, ഒരു പ്രാവശ്യമല്ല. അത് പിന്നെയും അത് നമുക്ക് കാണാൻ പറ്റും. ഇന്നടുത്തുനിന്ന് ഇത് വരുന്നു എന്താ ഞാൻ ആ മെസ്സേജ് ഞാൻ ആക്ച്വലി മറന്നുപോയി. നമുക്ക് ആ സ്ഥലം കാണാൻ പറ്റും, സ്ഥലപ്പേര് കാണാൻ പറ്റും. അത് US ഏതൊക്കെയോ സ്ഥലമായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം അന്ന് രാത്രി ഇതിപ്പം ഇന്ന് ഒരു 9:30 ആയപ്പോഴാണ് എൻ്റെ ഫോണിൻ്റെ കാര്യം. അടുത്ത ദിവസം ഈ നടന്നു കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് എൻ്റെ ഫോണിൻ്റെ ഈ ഒരു മെസ്സേജ് വരുന്നത്. ഇടി ചെന്നിട്ട് എനിക്ക് പേടിയാണ്. എന്താ പറയുക, രാത്രിയിൽ 10 മണിയായിട്ടല്ലേ വരുമ്പോൾ. അപ്പോൾ എനിക്ക് എന്തോ സമ്മൺ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഇച്ച എന്നോട് പറഞ്ഞു പേടിപ്പിക്കാഞ്ഞാണ്. ഇച്ചയ്ക്ക് ബാങ്കിൻ്റെ OTP വന്നായിരുന്നു എന്ന് പറഞ്ഞു. ആരോ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ കയറാനായിട്ട് ശ്രമിക്കുന്നു. അവർക്ക് ഞങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസൊക്കെ കിട്ടി, പാസ്വേഡ് മാത്രം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് ഓക്കെ, അക്കൗണ്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ മാത്രമല്ല പോയേക്കുന്നത്, ഏകദേശം എല്ലാം തന്നെ പോയി എന്നുള്ള കാര്യം ഞങ്ങൾക്ക് പതുക്കെ മനസ്സിലാക്കി വന്നു. ഞങ്ങൾ പാസ്വേഡ് മാറ്റിയെങ്കിലും ഏകദേശം എല്ലാം തന്നെ പാസ്വേഡ്സ് മാത്രമേ അവർക്ക് കിട്ടിയിട്ടില്ല, ബാക്കി എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. കാരണം പാസ്വേഡ് ഞങ്ങൾ അപ്പം തന്നെ എല്ലാം മാറ്റിയായിരുന്നല്ലോ. അതുകൊണ്ട് ആ രാത്രി തന്നെ കുത്തിയിരുന്ന എല്ലാ പാസ്വേഡ്സും മാറ്റിയത് കൊണ്ടാണ് അത് കിട്ടാഞ്ഞത്. അതല്ല, ആ ഒരു രാത്രി ഞങ്ങളത് ഓക്കെ ഗൂഗിൾ ആ ഒരു അക്കൗണ്ട് മാത്രമേ പോയിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ അന്ന് കിടന്നുറങ്ങിയിരുന്നെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും എല്ലാ സംഭവങ്ങളും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് പോലെ ആയേനെ. അപ്പോൾ ഈ OTP വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ OTP വന്നു, പാസ്വേഡ് OTP വന്നാൽ പിന്നെ അവിടെ വിളിച്ചു പറഞ്ഞു പാസ്വേഡ് നമുക്ക് മാറ്റാം. നമുക്കല്ല, അവിടെ വിളിച്ചു പറഞ്ഞിട്ട് പാസ്വേഡ് മാറ്റണം, അങ്ങനെ എന്തോ ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് 1-2 വട്ടം അവിടെ വിളിച്ചു പറയേണ്ടി വന്നു. അതല്ല, OTP വന്നു, പാസ്വേഡ് മാറ്റി. പിന്നെ ഞങ്ങൾ അവിടെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ആരോ ട്രൈ ചെയ്യുന്നുണ്ട്, OTP ഞങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ പാസ്വേഡ് മാറ്റാൻ പറയും, പാസ്വേഡ് മാറ്റും. അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അടുത്ത ദിവസം ഞങ്ങൾ ബാങ്കിൽ പോയപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ കസ്റ്റമർ ഐ ഡിയാണ് ഞങ്ങളുടെ മിസ്സായത്, അവർക്ക് കിട്ടിയത്, കോംപ്രമൈസ് ആയത്. അപ്പോൾ കസ്റ്റമർ ID മാറ്റാൻ പറ്റത്തില്ല, OTP വരികയാണെങ്കിൽ പാസ്വേഡ് മാറ്റുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ അന്ന് ഞങ്ങൾക്ക് അവർ തന്നുള്ളൂ. അപ്പോൾ ഇത് 1 അല്ല 2 അല്ല ഒരുപാട് വട്ടം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ കാരണം ഞങ്ങളുടെ ഹോം ലോൺ വരെ ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നു. ഈ ബാങ്ക് ഞങ്ങൾക്ക് നല്ലൊരു ശതമാനത്തിൽ നല്ലൊരു പലിശയിൽ കിട്ടിക്കൊണ്ടിരുന്ന ലോൺ ഞങ്ങൾ മാറ്റിയിട്ട് വേറൊരു ബാങ്കിൽ പോകേണ്ടതായിട്ട് വന്നു ഈ ഒരു കാരണത്താലെ. കാരണം ഇത് 1 മാസമല്ല 2 മാസമല്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കാരണം കസ്റ്റമർ ID മാത്രം കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ട് അവരുടെ കയ്യിൽ, എല്ലാം ഉണ്ട്. ഈ ഒരു പാസ്വേഡ് വരുന്നത് വേണമെങ്കിൽ അവർക്ക് ആ ഒരു ഫോൺ നമ്പറിലൂടെ അവർക്കത് കിട്ടാനായിട്ട്, ഇത്രയും ചെയ്യാൻ പറ്റുന്നവർക്ക് അതും ചെയ്യാനായിട്ട് പറ്റും ഫ്യൂച്ചറിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ ബാങ്ക് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ഓരോ രാത്രിയും ഇങ്ങനെ ഒരു 11 മണി 10 മണിയല്ല 11 മണി 12 മണി സമയത്ത് ഞങ്ങളുടെ ഓരോ അക്കൗണ്ടിനകത്തുനിന്നും ഞങ്ങൾക്ക് ഇങ്ങനെ മെയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇമി അക്കൗണ്ട് വന്നത് ഏറ്റവും അവസാനമാണ്. അതിന് മുന്നേ മൈഗവിൽ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മെയിൽ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇങ്ങനെ ഓരോ രാത്രിയും ഇങ്ങനെ മെയിൽ ആരോ ട്രൈ ചെയ്യുന്നു നിങ്ങളുടെ അക്കൗണ്ടിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ചെറിയ ഈ ടിക്ടോക്കിൽ നിന്ന് വരെ ഇപ്പോഴും ടിക്ടോക്കിൽ നിന്ന് എനിക്ക് വെരിഫിക്കേഷൻ കോഡ് വരുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കാത്ത എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ടിക്ടോക്കിൽ നിന്ന് ഇച്ചായ്ക്കും വരുന്നുണ്ട്. മൈ പാഷൻ ഡയറി എന്നുള്ളൊരു അക്കൗണ്ട് ഞാൻ ടിക്ടോക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനതിൽ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു അക്കൗണ്ടിനകത്തുനിന്ന് അവർ കയറാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം കൂടി, ഇന്നലെ കൂടി എനിക്ക് വെരിഫിക്കേഷൻ കോഡ് മെയിൽ വന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ അക്കൗണ്ടിനകത്തുനിന്നും ഈ ഒരു 2 മണിയല്ല 11 മുതൽ രാവിലെ ഒരു 2 മണി 3 മണി വരെ സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. രാവിലെ എഴുന്നേറ്റ് മെയിൽ ചെക്ക് ചെയ്യുക, ഇന്ന് ഏത് അക്കൗണ്ടാണ് ഇന്ന് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിച്ചേ, എന്തെങ്കിലും കൊണ്ടുപോയോ എന്ന് പറഞ്ഞിട്ട് അത്രയൊരു വിഷമത്തിലായിരുന്നു ഞങ്ങൾ ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ എല്ലായിടത്തും. അപ്പോൾ അവസാനം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു രാവിലെ എന്താ പറയുക, 3-ാമത്തെ ദിവസമാണോ 4-ാമത്തെ ദിവസമാണോ അറിയത്തില്ല, രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആരോ എൻ്റെ ഇമ്മി അക്കൗണ്ടിൽ
കയറി അവർക്ക് ലോഗിൻ ചെയ്തു, സക്സസ്ഫുൾ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു. ഇമി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്കറിയാം, അതിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. നമ്മുടെ പണ്ട് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ എന്താ പറയുക, നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ ഓസ്ട്രേലിയയിൽ നമ്മൾ PR-ഉം സിറ്റിസൺഷിപ്പും വിസ വന്നപ്പോൾ മുതലുള്ള വിസിറ്റിംഗ് വിസ മുതൽ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അപ്ലൈ ചെയ്യുന്നതെല്ലാം ഏജൻസി ഒന്നുമല്ല, ഞാൻ തന്നെ ഞാനും ഇച്ചായും തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മുടെ ഐഡൻറ്റിറ്റി ഫുള്ള് അതിലുണ്ട്, എല്ലാ ഡോക്യുമെൻറ്റ്സും അതിലുണ്ട്. അപ്പോൾ അതിൽ അവർക്ക് കയറാൻ പറ്റി. അപ്പോൾ പിന്നെ എന്താ പറയുക, നമുക്ക് കയ്യിൽ നിന്ന് നേരത്തെ നേരത്തെ പോയി, ഇപ്പം മൊത്തത്തിൽ കൊണ്ടുപോയെന്നുള്ള കാര്യം മനസ്സിലായി. അത് കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക്, കാരണം അവർക്ക് നമ്മുടെ അഡ്രസ്സ് വരെ അറിയാം. എനിക്ക് പേടിയായിരുന്നു. അവിടുന്ന് കാറ് പാർക്ക് ചെയ്തിട്ട് വീടിനകത്തോട്ട് കയറുമ്പോൾ ഞാനിങ്ങനെ നോക്കും, ആരെങ്കിലും പുറകെ വരുന്നുണ്ടോ, ആരെങ്കിലും അവിടെ നിൽപ്പുണ്ടോ എന്നൊക്കെയായിരുന്നു. ആരെങ്കിലും മുകളിലാണ് ഇരുന്ന്. എൻ്റെ ദൈവമേ, അന്ന് ഭയങ്കര പേടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ പറയുക, സൈബർ സെല്ലിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പോയി, നമ്മളുടെ ഐഡൻറ്റിറ്റി എല്ലാം പോയി, ഫുള്ള് കോംപ്രമൈസ്ഡായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഓസ്ട്രേലിയയുടെ സൈബർ സെക്യൂരിറ്റി ഇതിൽ ഞങ്ങൾ ഒരു കംപ്ലൈൻറ്റ് അവരെ വിളിച്ചു. അവർ തിരിച്ച് നമ്മളെ എന്തായിരുന്നു ചെയ്തത്, ഓൺലൈൻ വഴി ഒരു ഫോം ഫില്ല് ചെയ്യുക ചെയ്തത്. അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ ഞാൻ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാനിവിടെ കൊടുക്കാം, താഴെ എഴുതാം എവിടെയാണ് കോൺടാക്റ്റ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ അവിടെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർ തിരിച്ചെന്നെ കോൺടാക്റ്റ് ചെയ്തു. എന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടെല്ലാം ചോദിച്ചു എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം പോയി, എല്ലാം എന്താ പറയുക, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബാൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഐഡൻറ്റിറ്റി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാൻ, ഇത് ഒന്നും നമുക്കും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പേരിൽ ലോൺ എടുക്കുമോ അങ്ങനെയൊക്കെയാണ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ നമ്മുടെ ഐഡൻറ്റിറ്റി എടുക്കുന്നത്. അപ്പോൾ നമുക്കും ലോൺ എടുക്കാൻ പറ്റില്ല, അപ്പോൾ ആർക്കും എടുക്കാൻ പറ്റില്ല. ഈ ബാൻ പിൻവലിക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സംഭവം. അത് 6 മാസത്തേക്ക് വേണമെങ്കിൽ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ ഒരു സംഭവം അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഇപ്പോഴും. എനിക്കൊന്ന് 6 മാസം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ബാൻ ചെയ്തിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു, പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ അക്കൗണ്ട് ആ കാര്യം, ആ ബാനൊക്കെ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ പറയേണ്ട അടുത്തെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഹോസ്പിറ്റലിലെ മെയിലിൽ നിന്ന് മെയിൽ വന്നു. ആരോ ഹോസ്പിറ്റലിൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇച്ചായ്ക്കും വന്നു, എനിക്കും വന്നു. ഇതെല്ലാം ഒരേ സമയത്താണ്. ഇത് ഒരു മെയിലൊന്നും അല്ല കേട്ടോ വരുന്നത്. പലയിടത്തു നിന്നായിട്ട് പല അക്കൗണ്ടിൽ കയറാൻ ശ്രമിക്കുന്നു. നമ്മുടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂകാസിലിൻ്റെ അക്കൗണ്ടിൽ കയറുന്നു. അവർക്ക് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായിട്ടുള്ള അവർക്ക് കിട്ടിയ അക്കൗണ്ട്സിലെല്ലാം അവർ കയറാൻ ശ്രമിക്കുക. അതിൽ ലോഗിൻ ചെയ്തേക്കുന്നു. അങ്ങനെ വേണ്ട സകലമാന അക്കൗണ്ട്സിലും അവർ ലോഗിൻ ചെയ്യാനായിട്ടുള്ള ശ്രമമായിരുന്നു. ഞാനിപ്പോൾ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ അക്കൗണ്ടിലാണ് ഓരോ ദിവസം മെയിൽ വന്നുകൊണ്ടിരുന്നതെന്നുള്ളത്. പക്ഷേ ആ ഒരു 2-3 ആഴ്ച കണ്ടിന്യൂസ് ഇങ്ങനെ ഓരോ മെയിൽ, അല്ലെങ്കിൽ അവിടുന്ന്. അപ്പം ഇച്ച ഇങ്ങനെ ഇവർ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ഇച്ച അത് മാറ്റാൻ ശ്രമിക്കും. അപ്പം ഞാൻ ഇച്ചയെ വിളിച്ച് ചോദിക്കും, ഇച്ചയാണോ ചെയ്തത് അതോ വേറെ ആരെല്ലോ ആണോ ചെയ്തത്? കാരണം ഫുള്ള് ഡ്യൂട്ടിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മുടെ വാച്ചിലും നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും പേടി, അതേമേ അതാരാ കൊണ്ടുപോയേ. അപ്പം ഞാൻ പെട്ടെന്ന് ഇച്ച വിളിക്കാം, കുഴപ്പമില്ല അത് ഞാനാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു സമയമായിരുന്നു അത്. അങ്ങനെ അത്രയും സ്ട്രെസ്സിൽ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഈ ഡ്യൂട്ടിയുടെ ഈ മെയിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഡ്യൂട്ടിയുടെ സമയത്തും ഇങ്ങനെ വന്നു, ആരോ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ സൈബർ സെല്ലുണ്ട്, അപ്പോൾ അവിടെ കോൺടാക്റ്റ് ചെയ്തു. ഇപ്പോഴും വരുന്നുണ്ട്, ACT ഹെൽത്തിനകത്തുനിന്ന് മെയിൽ ഇപ്പോഴും വരാറുണ്ട്, ആരോ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അത് ഓൾറെഡി അതിനകത്ത് അത്രയും സെക്യൂരിറ്റി ഉള്ള സാധനം, അതിനകത്തൊന്നും അങ്ങനെ കയറാനായിട്ട് പറ്റത്തില്ല, നമ്മളൊരു അനുവദിച്ചു കൊടുക്കാതെ. അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇനി പറയുന്നത്.
എനിക്ക് ഈ ഒരു എന്താ പറയുക യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞ് പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 60,000 ആയത് വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കുറേ മെയിലുകൾ വരുന്നുണ്ടായിരുന്നു പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ട്. ഇങ്ങനെ വരുന്ന മെയിലൊന്നും ഞാൻ ഓപ്പൺ പോലും ചെയ്യാറില്ലായിരുന്നു. കാരണം ഇത് ഉടായിപ്പാന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം എന്നെ ഇപ്പോൾ ആരാ കോൺടാക്ട് ചെയ്യുന്ന ഈ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ആയിട്ട്, കാരണം അതിനകത്ത് കൃത്യമായിട്ടുള്ള ഐഡിയോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഓപ്പൺ ചെയ്തതിനകത്തൊന്നും ആദ്യമൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കുമായിരുന്നു എന്താ ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒന്നും ഓപ്പൺ ചെയ്യാതെയായി. അങ്ങനെ അതിനകത്ത് വരുന്നതാണ് ടെമു. ഞാൻ ആകപ്പാടെ ചെയ്തിട്ടുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് ടെമുവിൻ്റെ വീഡിയോ. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓക്കെ ഇങ്ങനെ നമുക്ക് പ്രോഡക്റ്റൊക്കെ അയച്ചു തരിക, പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുക, ഓക്കെ അങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ടല്ലോ, എല്ലാ യൂട്യൂബേഴ്സും ചെയ്യാറുള്ള കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ? ഞാൻ ഈ യൂട്യൂബിനെ സീരിയസ് ആയിട്ടൊന്നും കണ്ട ഒരു സമയമേ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ സീരിയസ് ആയിട്ട് കാണുന്നവർ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയും നമുക്ക് ഏൺ ചെയ്യാമല്ലോ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ദിവസം ഒരു പണിയില്ലാതിരുന്ന ഒരു ദിവസം ഞാൻ കുത്തിയിരുന്നെൻ്റെ അതിൻ്റെ തലേ ദിവസം എന്തോ ആരോ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, നിനക്ക് ചെയ്യാമല്ലോ, നിനക്കെന്താ ചെയ്താൽ അങ്ങനെ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയും ചെയ്തു. ഓക്കെ അപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പഴയ വീഡിയോസൊക്കെ പഴയ മെയിലൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ നോക്കി ഓപ്പൺ ചെയ്തിട്ട് എല്ലാവർക്കും ഞാൻ റിപ്ലൈ അയച്ചു. ഐ വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട് ദിസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയച്ചു. അപ്പോൾ അതിനകത്ത് കുറേ പേരൊക്കെ തിരിച്ച് അത് കുറേ നാൾക്ക് മുന്നേ അയച്ച മെസ്സേജിനെ 1 വർഷമൊക്കെ മുന്നേ അയച്ച അതിനൊക്കെയാണെന്ന് ഓർക്കണം ഞാനിപ്പോൾ റിപ്ലൈ അയച്ചത്. കുറേ പേരൊന്നും അയച്ചില്ല, തിരിച്ച് മെസ്സേജൊന്നും അയച്ചില്ല. അതിനകത്ത് കുറച്ച് പേര് 2-3 പേര് തിരിച്ചെനിക്ക് മെയിൽ അയച്ചു. അപ്പോൾ ഞാൻ ഇച്ചാടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഞാനിങ്ങനെ എനിക്കൊരു തിരിച്ച് മെയിൽ അയച്ചിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് ഒരു കോൺട്രാക്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മളത് കോൺട്രാക്റ്റ് വായിച്ച് നോക്കി നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയാൽ മതിയല്ലോ, കോൺട്രാക്റ്റിലുണ്ടല്ലോ എല്ലാം. അപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ലിങ്കായിരുന്നു. അപ്പം ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ഫോണിൽ നിന്ന് ക്ലിക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. അത് ഞാൻ പിന്നെ ആ മെയിൽ ഞാൻ ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ അതൊരു ഫയലായിട്ട് ഈ ലാപ്ടോപ്പിൽ സേവ് ആയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പാസ്വേഡ് അവർ തന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ പാസ്വേഡ് ഇട്ട് തുറന്നാലേ ഈ ഫയൽ ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഞാൻ മണ്ടി അത് ഓപ്പൺ ആക്കാൻ നോക്കി. അങ്ങനെയാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, ഒരു മണ്ടത്തരം കാണിക്കാതെ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു മണ്ടത്തരമാണ് ഞാൻ കാണിച്ചത്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തും പോട്ടെ, അത് ഫോണിൽ ഓപ്പൺ ആവാതിരുന്നപ്പോൾ അത് വിട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഞാനോർത്ത് കോൺട്രാക്റ്റ് വായിച്ചിട്ട് എനിക്കപ്പോഴും അറിയാം ഇതൊന്നും കറക്റ്റ്, ഇതെല്ലാം ഉടായിപ്പാണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എന്തുകൊണ്ടോ പറ്റിപ്പോയി. അത് കോൺട്രാക്റ്റ് വായിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. പക്ഷേ അതിൽ തന്നെയാണ് ഈ ഒരു ഇത് ഒളിഞ്ഞിരുന്നതെന്ന് പിന്നെയാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഒരു സിപ്പ് ഫയൽ ആ ലാപ്ടോപ്പിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ എപ്പോഴെല്ലാം ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്നോ അപ്പോൾ അവർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഹാക്കിങ് നടന്നത്. അപ്പോൾ ഈ ചെറിയ യൂട്യൂബേഴ്സിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ കുറേ മെയിലുകളൊക്കെ വരും, പക്ഷേ അതൊന്നും ഓപ്പൺ ചെയ്യരുത്. ഓപ്പൺ ചെയ്താൽ തന്നെ അതിനകത്തെ കൃത്യമായിട്ട് അവർ എല്ലാം പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ ഒരു ലിങ്കും തന്ന് പാസ്വേഡും തന്ന് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് നിങ്ങൾ ഓപ്പൺ ചെയ്യാനേ നിൽക്കരുത്. അത് ഉടായിപ്പായിരിക്കും. അപ്പോൾ അതാണ് നടന്നത്. ഇപ്പോഴും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് 2-3 കാര്യങ്ങൾ ബാങ്കിൽ മാറേണ്ടി വന്നു. പിന്നെ ACT ഹെൽത്തിൻ്റെ മെയിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ഒരു ബാൻ ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യണോ വേണ്ടയോ എന്നൊന്നും അറിയത്തില്ല. ഈ പാസ്വേഡ് വെരിഫിക്കേഷൻ കോഡ് ടിക്ടോക്കിനകത്ത് നിന്നൊക്കെ വരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇതിനകത്തൊന്നും മൊത്തമായിട്ട് മാറിയിട്ടില്ല. ഒരു വർഷമായിട്ട് പോലും, 1 വർഷം ആകുന്നു ഇപ്പോൾ, എന്നിട്ട് പോലും അതിൻ്റെ ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് ഇപ്പോഴും ഞങ്ങളെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഇതാണ്, കെയർഫുള്ളായിട്ട് ലിങ്ക്സൊക്കെ പല രീതിയിൽ ഇപ്പം ഹാക്ക് ചെയ്യാനും എല്ലാം ഭയങ്കര എളുപ്പമാണ്. അപ്പം നമ്മൾ കെയർഫുള്ളായിരിക്കുക. അപ്പോൾ നമ്മൾ കെയർഫുള്ളായിരുന്നാൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. മണ്ടത്തരം കാണിക്കാതിരിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എന്ത് കാര്യം ഇതുപോലെ യൂട്യൂബിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞ് ലോങ് വീഡിയോ ആയി. പക്ഷേ ഞാൻ യൂട്യൂബിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ യൂട്യൂബ് ചാനൽ ഒരു ദിവസം അന്ന് രാത്രി വൈകിട്ട് എന്താ പറയുക, ഈ മെസ്സേജ് വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ഫോണിൽ ഒരു പോപ്പപ്പ് മെസ്സേജ് ഇങ്ങനെ വന്നു. അതിന് മുന്നേ തന്നെ അവർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ഭയങ്കര ക്വിക്കായിരുന്നു അതിൻ്റെ കാര്യത്തിൽ. എനിക്ക് ഭയങ്കര എന്താ പറയുക, അപ്രിസിയേഷനാണ്. അവർക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർ ഭയങ്കര ക്വിക്കായിട്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ചെയ്തു തന്നു. ഒരു 3-4 ദിവസം എടുത്തുള്ളൂ എനിക്ക് യൂട്യൂബ് ചാനൽ അവർ റിക്കവർ ചെയ്ത് തന്നു. ഒരു അടുത്ത ദിവസം, ആ രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം ആയപ്പോൾ തന്നെ അവർ റിപ്ലൈ തന്നു, ഓക്കെ ഞങ്ങൾ ഇത് മുന്നോട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ട്. അത് എത്ര ദിവസമെന്നൊന്നും പറഞ്ഞില്ല. അത് പാസ്വേഡ് ചേഞ്ച് വേറൊരു മെയിൽ ID കൊടുക്കാൻ പറഞ്ഞു. എനിക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെയിൽ ID കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ മെയിൽ ID കൊടുത്തു. അപ്പോൾ അതിലോട്ട് ഒരു റിക്കവറി പാസ്വേഡിനുള്ള ഒരു ലിങ്ക് അവർ അയച്ചു തരും. അപ്പോൾ അതിൽ കയറിയിട്ട് റിക്കവറി ചെയ്യാൻ പറ്റും. പക്ഷെ അത് എപ്പോഴാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ അത് അടുത്ത ദിവസം തന്നെ രണ്ടാമത്തെ ദിവസമാണോ മൂന്നാമത്തെ ദിവസമാണോ, 3 ദിവസത്തിനുള്ളിൽ എനിക്ക് ആക്ച്വലി ഇത് തിരിച്ച് കിട്ടി കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം തന്നെ അവർ ലിങ്കും അയച്ചു തന്നു. അങ്ങനെ പാസ്വേഡും എല്ലാം റീസെറ്റ് ചെയ്തിട്ട് തിരിച്ച് അക്കൗണ്ട് കിട്ടി. അക്കൗണ്ട് കിട്ടിയ ആ ഒരു സന്തോഷമൊന്നും അപ്പോൾ ഒന്നും ആയിരുന്നില്ല. കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു യൂട്യൂബ് ചാനൽ കിട്ടി, ഓക്കെ യൂട്യൂബ് ചാനൽ അവിടെ ഇരിക്കട്ടെ, ബാക്കി കാര്യങ്ങൾ യൂട്യൂബ് ചാനലൊന്നും ഇപ്പം ഒന്നും അല്ലാണ്ടായി. അപ്പോൾ യൂട്യൂബ് ചാനലിന് പറ്റിയത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് പിന്നെ കൂടുന്നില്ലായിരുന്നു, വ്യൂസും കൂടുന്നില്ല. അതിങ്ങനെ ഫ്രീസിങ് ഒരു സ്റ്റേജിലോട്ട് പോയി യൂട്യൂബ്. അപ്പോൾ കൂടിക്കൊണ്ടിരുന്ന ഒരു 1000 നിന്ന് ഇങ്ങനെ 60,000 വരെ ആയത് 59,000 ആയി. പിന്നെ സബ്സ്ക്രൈബേഴ്സ് കുറയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ സംഭവിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രയും നേരം ഞാൻ ഈ സംസാരിച്ചത് കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരമാകുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കും. യൂട്യൂബ് ചാനൽ ഹാക്കായവർക്കും യൂട്യൂബ് ചാനൽ ഹാക്കാവാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ടും ഉദ്ദേശിച്ചത്. മറ്റുള്ളവർക്ക് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക്